Hello guys, this is me Naushu from the channel Monomar, the world of pets, with the support of the famous dog trainer and animal behavior specialist Vaishak. So നമുക്ക് സമയങ്ങളാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. Okay, let's go. We can get some fun. വൈശാഖ് ഭായ്, ഹലോ. എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി? ഇന്ന് നമ്മള് രണ്ട് മെയിൽ ഡോഗ്സിനെ, ഇതിൽ എനിമൽ അഗ്രഷൻ ഉള്ള ഡോഗ്സിനെ രണ്ടാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ്. ഓക്കെ ഓക്കെ. ഇതല്ല ഡോഗ്, ഇത് സ്കൂട്ടർ. ഇത് 4 year ആയിട്ടുള്ള ഒരു ഡോഗാണ്. അത്രയ്ക്ക് എനിമൽ അഗ്രഷൻ. ഇതിന്റെ ബ്രദറാണ്. ഓ, ഇവനാണ് നമ്മുടെ പുള്ളി അല്ലേ? ഓക്കെ. ഇവന്റെ പേരെന്താണ്? ഇവന്റെ പേര് സ്പൈഡർ. സ്പൈഡർ. ഓക്കെ, ഹലോ സ്പൈഡർ. ഇവൻ ആള് ഭയങ്കര അഡ്വാൻസ്ഡ് ഡോഗാണ്. നല്ല ഒരു ഓഫ് ലിസ്റ്റ് ട്രെയിനിങ്ങിന് വേണ്ടി വന്നതാണ്. ഓക്കെ, നോക്കിയോളൂ എങ്ങനെ അഡ്വാൻസ്ഡ് ആണെന്ന്. അതെങ്ങനെ എന്തെന്ന് നോക്കി. സ്പൈഡർ കം. ഒറ്റയ്ക്ക് കൂടൊക്കെ തുറന്നു വരുമല്ലേ? ഓക്കെ. അവൻ ഒറ്റയ്ക്ക് കൂട് തുറക്കാനുള്ള ശ്രമത്തിലാണ്. ഒറ്റയ്ക്ക് കൂട് തുറന്നു വരും എന്നാണ് വൈശാഖ് ഭായ് പറയുന്നത്. ഓ ഉള്ളോട്ട് അങ്ങനെ കയറി വരില്ലേ? ഓക്കെ, ഫൈൻ. പേടി ഹൈറ്റ് കാണുമ്പോ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, സാധാരണ ഡോഗ്സിന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങാൻ പേടിയായിരിക്കും അടിവശം കാണുമ്പോ, ഗ്രില്ലിലൂടെയൊക്കെ പിടിച്ചിറങ്ങണ്ടല്ലേ. ബട്ട് സ്പൈഡർ ഭയങ്കര കൂളാണ്. അവൻ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല അല്ലേ വൈശാഖ് ഭായ്? തീരെ പേടിയില്ല എന്നാണ് വൈശാഖ് ഭായ് പറയുന്നത്. അവൻ കൂട്ടിന്ന് ഇറങ്ങിയതിന്റെ ഒരു സന്തോഷത്തിലാണ്. മൊത്തത്തിലൊന്ന് ചുറ്റിയടന്ന് മൊത്തത്തിലൊന്ന് പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കുകയാണ്. പക്ഷെ നെക്സ്റ്റ് ഇവന്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത്. ഓക്കെ, ലിയോ. ലിയോ. ഓക്കെ, നമ്മുടെ സ്റ്റുഡന്റ് തന്നെയാണ്. അവനും കൂട് തുറന്നു തുറന്നു കൊടുക്കണം. രണ്ടും രണ്ട് ടൈപ്പ് ഗോൾഡൻ റിട്രീവേഴ്സ്. ഓക്കെ, ഇത് അമേരിക്കൻ ലൈൻ, ഇത് വന്നിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു ലൈൻ. ഓക്കെ, ഇത് അമേരിക്കൻ അല്ലേ? അമേരിക്കൻ ലൈൻ. ഓക്കെ, അതായത് ഇവന്റെ ലിയോയുടെ ബ്രദർ, സ്പൈഡറിന്റെ ബ്രദർ ആണല്ലോ അത്. ഓക്കെ, അവനും അമേരിക്കൻ ആണ്. ഓക്കെ, പക്ഷെ കൈകൊണ്ട് വേറെ ടൈപ്പിലേക്ക് അവൻ ബാക്കിലോട്ട് പോയിട്ടുണ്ട് സ്പൈഡർ. അതിലൂടെ വരാനുള്ള പ്ലാൻ ആയിരിക്കല്ലേ? ഓക്കെ ഓക്കെ. ആ, ഇതേ ഒന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, തുറക്കാം. ബാക്ക് ഒന്ന് സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ് ബോയ്. വെരി ഗുഡ്. ഓ, ആ കമാൻഡ് അവൻ കറക്റ്റ് ആയിട്ട്. ഇവനും ഒരു 3 year ആയില്ല. ഓക്കെ, ഇവൻ യങ്ങാണ്. ഇവൻ കാണിക്കുന്ന അഭ്യാസത്തിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പിന്നെ ഇത് ഇവന്റെ ടെറിട്ടറിയാണ്. ഓക്കെ ഓക്കെ, അതായത് സ്പൈഡറിന്റെ ടെറിട്ടറി ആണല്ലേ? ഓക്കെ, ടെറിട്ടറിയിൽ നമ്മൾ പിന്നെ സ്മെല് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഓക്കെ 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 ഓക്കെ, അതായത് സ്പൈഡറിന്റെ ടെറിട്ടറിയിലോട്ട് ലിയോനെ കൊണ്ടുവന്നിരിക്കുകയല്ലേ നമ്മൾ? ഓക്കെ ഓക്കെ ഓക്കെ. അവനിങ്ങനെ പുറകെ നടക്കും. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. പിന്നെ ഒരു ഡോഗാണ്. ഓക്കെ,
അവിടെ സ്കൂട്ടറിൽ എടുക്കുന്നുണ്ട് കാണാൻ പോയിട്ട്. യാ, സ്പൈഡറിന്റെ ബ്രദർ അല്ലേ? ഓക്കെ, അവൻ ഭയങ്കര കാമായിട്ട് കിടക്കാണ്. അല്ലേലും ഭയങ്കര കാമായിട്ട്. ടെൻഷൻ ഫ്രീ ആക്കാണ് ഡോക്ടറിന്. ഓക്കെ, കുറച്ചൊന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ട് സ്പെഷ്യലൈസ് ഇല്ല, അതിൻ്റെ ഇടയിൽ കൂടി ഒരുമിച്ച് വെള്ളം കുടിക്കുക, ഒരുമിച്ച് ഫുഡ്, ഇങ്ങനെ ചെറിയ ട്രീറ്റുകൾ കഴിക്കുക, അതിൻ്റെ ഇടയിലൊന്ന് ഈവനിങ് കൂടി നമ്മളൊന്ന് ചെയ്യുക. ഓക്കെ, അതൊക്കെ കാണുമ്പോൾ ഡോഗിന് മനസ്സിലായത് നമ്മുടെ ആളാണ്. പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ടൊരു അഭ്യാസത്തിന് വന്നിട്ടുള്ള ഒരാളല്ല. അതെ അതെ അതെ, ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക, മെന്റൽ സ്ട്രെസ് അല്ലാണ്ട് ഓക്കെ. ഗുഡ് ബേബി, ഗുഡ് ഗേൾ. ഇവനിപ്പോൾ നമ്മൾ ഓഫ് ലീഷ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു രീതിയിലാണ് ഡോഗിനെ വെച്ചിട്ടുള്ളത്. നമുക്ക് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോസസ് ചെയ്യാൻ ഇന്നൊക്കെ നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ കണ്ട കമാൻഡൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അവൻ ഒബേ ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ അവനും വരും. പിന്നെ വരുമ്പോ കുറച്ച് ജലസീല് വേണ്ടി അപ്പൊ അവന് നമ്മളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുക ഒരുമിച്ച്, അങ്ങനെ ചെറുതായിട്ട്. അപ്പൊ അവര് നമ്മളെപ്പോഴും ഡോഗ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ടെറിട്ടറികൾ നോക്കാം. പിന്നെ ഓണേഴ്സിന് രണ്ടാൾ കുറെ കമാൻഡുകളാണ്. രണ്ടാൾ കുറെ കമാൻഡുകളാണ് ഈ നെക്സ്റ്റ് 3 കമാൻഡ്സ് ഉള്ളത് നമുക്ക് ഓഫ് ലീഷ് ട്രെയിനിങ്ങിന്. അപ്പൊ ഒരു സീനിയർ സ്റ്റുഡന്റ് സ്പൈഡർ ആണോ ലിയോ? അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നു. ഓക്കെ, മറ്റാളൊന്ന് വന്ന് നോക്കുന്നുണ്ട് മുളപ്പിച്ച് അത് സ്പൈഡറിന്റെ ബ്രദർ ആണല്ലേ അത്? ഓക്കെ, നമ്മുടെ സ്പൈഡറിന്റെ ബ്രദർ ആണ്. അവൻ ലിയോ ആയിട്ട് നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ്. ആക്ച്വലി ലിയോ പുറത്തുനിന്ന് വന്നാണ്. ലൈക്ക് അവന്റെ വീട്ടിൽ നിന്ന് വേറെ വീട്ടിലോട്ട് നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വിരുന്ന് വന്നാണ്. സോ അതിൻ്റെതായ ഒരു ചമ്മലാണെന്ന് തോന്നുന്നു. അവനിങ്ങനെ ആണോ ഭയങ്കര കാമാണല്ലേ? അവന്റെ ഡാഡി മമ്മിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ് ഒരു 1 year ആയിട്ടുണ്ടാവും. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ സീനിയർ ബ്രദറും വന്നിട്ട് അവനായിട്ട് ഒരു പ്രശ്നങ്ങളും ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യണല്ലോ അവര് തമ്മില്. ഓക്കെ, സ്പൈഡർ ഇവർ രണ്ടാളും വേണമെന്ന് വെച്ചാൽ ഒരുമിച്ച് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ പോയിട്ട് വരാം. ഓക്കെ, ഫൈൻ ഫൈൻ. പുറത്തോട്ട് ഓക്കെ, ഇതിലെന്ത് പിടിച്ചാൽ ഗുഡ് നമ്മള് രണ്ടുപേരെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ഒരു വാക്കിനും കൊണ്ടുപോകാൻ അല്ലേ? ആക്ച്വലി ഈ ഒരു നടത്തത്തിൽ ഇവർ രണ്ടാളും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വരും. രണ്ട് ഡോഗ്സും തമ്മിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ആവുന്നതാണ് ഇങ്ങനെ വാക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നതുകൊണ്ട് ഉള്ള ഗുണമെന്ന് പറയുന്നവര്. ഇപ്പോഴാണ് ലിയോ ഒന്ന് ബാക്കൊക്കെ മണപ്പിച്ച് നോക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത്ര നേരം അവൻ ഭയങ്കര കാമായിട്ട് ക്വയറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതെ അതെ അതെ. ഈ ഒരു സമയം ഭയങ്കര ചൂടാണ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല പബ്ലിക് ഒക്കെ ഉള്ള സ്ഥലത്ത് പോകാം. ഈ ഗോൾഡൻ റിട്രീവർ ബ്രീഡ് എങ്ങനെയാണ് വൈശാഖ് ഭായ്? ചൂടൊക്കെ അത്യാവശ്യം ചൂടൊന്നും കുഴപ്പമില്ലാത്തൊരു ഇപ്പൊ അവൻ ഫ്രീ പറഞ്ഞാൽ ഇവർക്ക് പോയിട്ട് യൂറിനൊക്കെ പാസ് ചെയ്തിട്ട് ഓക്കെ ഓക്കെ. അത് അവർക്കുള്ള ഒരു കമാൻഡ് ആണല്ലേ? കമാൻഡ് ആണ്. ഓക്കെ ഓക്കെ, ഫ്രീ എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞിട്ട് കിറ്റ് പറഞ്ഞ് ഹോൾഡ് ചെയ്യാം. നമുക്ക് ഈവനിങ് അവരൊന്ന് കൊണ്ടുപോയിട്ട് പുറത്ത് ഓക്കെ ഫൈൻ ഫൈൻ. ഇപ്പോൾ ചൂട് നമുക്ക് സമ്മതിക്കും. അത് നമുക്ക് തന്നെ താങ്ങുന്നില്ല, പിന്നെ അവരുടെ കാര്യം പറയണോ? നല്ല
കാമായിട്ട് ആ കമാൻഡൊക്കെ ഒബേ ചെയ്ത്. എങ്ങനാ അമേരിക്കൻ ടൈപ്പിന്റെയും ഇതിന്റെ വ്യത്യാസം കണ്ട? ആ, കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് വാക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവര് തമ്മിൽ. എനിക്ക് അറിയത്തില്ല അതിനെ കുറിച്ചിട്ട്. ഒരു ചെറിയ നല്ല ഡിഫറൻസ് ഉണ്ട്, കളറിൽ നല്ല ഡിഫറൻസ് അവര് തമ്മിൽ കാണുന്നുണ്ട്. ഓക്കെ, കേപ്പബിലിറ്റി നല്ല ചേഞ്ച് വരും അല്ലേ? ഓക്കെ, അതായത് സ്പൈഡറിന് അപ്പൊ നമ്മള് സ്പൈഡറിനെയും ലിയോനെയും ജസ്റ്റ് ഒന്ന് സോഷ്യലൈസേഷന് വേണ്ടിയിട്ട് പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ചെറിയൊരു വാക്കൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അവർക്ക് വെള്ളം കൊടുക്കാൻ പോകണം വൈശാഖ് ഭായ്. ഇതേ 3 പേരും കൂടെ വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ചൂടത്ത് ഇപ്പൊ ഇവർക്ക് നല്ലപോലെ വെള്ളം കൊടുക്കേണ്ടി വരില്ലേ നമ്മള് ഈ ഒരു ക്ലൈമറ്റിന്? ഓക്കെ, അവരൊന്ന് സെറ്റ് ആയി വരുവാണല്ലേ? ഇവർക്ക് കാരണമുണ്ട്. ആ, ബാക്കിൽ നിന്നാണ് ആ ഒരു ഇവരുടെ ഇമോഷന്റെ ഇത് മനസ്സിലാവും. ഓക്കെ, ഇത് നമ്മള് 3 പേരെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മള് സ്പൈഡറിനെയും ലിയോനെയും ലിയോയുടെ ബ്രദറിനെയൊക്കെ സ്പൈഡറിന്റെ ബ്രദറിനെയൊക്കെ നമ്മളൊരു വാക്കിനൊക്കെ കൊണ്ടുപോയിട്ട് ഇത് തിരിച്ചു കൊണ്ടുവന്ന് വെള്ളമൊക്കെ കൊടുത്ത് അകത്ത് കയറ്റിയിട്ടുണ്ട്. സോ അത് അവർ കാമായിട്ട് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. വൈശാഖ് ഭായ് ഉണ്ട് കൂടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അനിമൽ അഗ്രഷനുള്ള 2 അഡൽട്സ് ഡോഗ്സിന്റെ മെയിൽ അഡൽട്സ് ഡോഗ്സിന്റെ ഇൻട്രൊഡ്യൂസിങ് സെക്ഷനാണ് ഇന്ന് പോകുന്നത്. സോ നമ്മുടെ ട്രെയിനർ വൈശാഖ് ഭായിനെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. വൈശാഖ് ഭായ്, ഹലോ, വെൽക്കം ടു ദ വീഡിയോ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് വൈശാഖ് ഭായ്, ചോദിച്ചോട്ടെ. വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് അനിമൽ അഗ്രഷൻ? എന്താണ് അനിമൽ അഗ്രഷൻ എന്ന് പറയുന്നത്? എന്താണ് അത്? ചെറുപ്പത്തിൽ തന്നെ ഡോഗ്സിനെ എടുത്തിട്ട് സോഷ്യലൈസേഷൻ കുറവായിട്ടുള്ള ഡോഗ്സിനെ കണ്ടുവരുന്ന ഒരു ഇതാണ്. ഓക്കെ, ഈ ഒരു ഇത് ഇപ്പൊ കണ്ടോ, 2 പോയിട്ട് ഇതിന്റെ ബാക്കിൽ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, കോൺഫിഡൻസ് വരാൻ. ഓക്കെ, ഡോഗ്സിന് ആ ഒരു കോൺഫിഡൻസ് വരാനായിട്ട്, അനിമൽസിനോടുള്ള ഒരു അഗ്രഷൻ മാറാൻ വേണ്ടിട്ട്. ഓക്കെ, അവര് നമ്മൾക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് പല രീതിയിൽ മനസ്സിലാവും. ഇവർക്ക് വേർപ്പ് ഗ്രന്ഥികളില്ലാത്തത് കാരണം കൊണ്ട് തന്നെ ബാക്കിൽ നിന്ന് സ്മെല്ല് ഇവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോഴും ഇവന്റെ ഒരു ടെറിട്ടറിയിൽ വന്നതിന്റെ സ്പൈഡറിന് ആ ഒരു ഇത് വന്നിട്ടില്ലേ? അത് ലിയോക്ക് സ്പൈഡറിന്റെ ടെറിട്ടറിയിൽ വന്നതിന്റെ അല്ലേ? സ്പൈഡറിന് ആ ഒരു ഇത് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഞാൻ. അനിമൽ അഗ്രഷൻ ഉള്ള ഒരു ഡോഗായിട്ട് നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങിയാൽ എന്തൊക്കെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും? അതായത് ട്രെയിൻഡ് അല്ലാത്തൊരു ഡോഗ്, അനിമൽ അഗ്രഷൻ ഉള്ള ഒരു ഡോഗായിട്ട് നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും? അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഇതുകൾ ഉണ്ടാവാം. അതുകൊണ്ട് ചിലപ്പോ ചില ആൾക്കാരുടെ ജീവൻ തന്നെ പോവാം. വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം അല്ലേ? ഡിപ്പെൻഡ് ഓഫ് ബ്രീഡ്. ഓക്കെ, ബ്രീഡിനെ ബേസ് ചെയ്തിരിക്കും. വൈശാഖ് ഭായ്, എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അനിമൽ അഗ്രഷൻ ഉള്ള ഒരു ഡോഗ്, ആ ഒരു അനിമൽ അഗ്രഷൻ ഉള്ള ഡോഗ് ബിഫോർ ട്രെയിനിങ്ങും ആഫ്റ്റർ ട്രെയിനിങ്ങും എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക? അവരുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് നിങ്ങൾ എങ്ങനെയുള്ള നിങ്ങൾ എങ്ങനെയുള്ള ഒരു ട്രെയിനറുടെ കയ്യിലുള്ള ട്രെയിനിങ്ങിന് കൊടുത്തത്? സോറി, ഇത് ഇവർ രണ്ടാളും പുതിയതായി കാരണം പറയണേ. ട്രെയിനറുടെ അടുത്തായിരിക്കും ട്രെയിനിങ്ങിന് കൊടുത്തത്. ആ ട്രെയിനിങ് എന്തൊക്കെ ഡോഗിന്റെ ക്യാരക്ടറിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിമലൈസേഷനുള്ള ഡോഗ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ പ്രിക്കോഷൻസുകൾ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടാവും. ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനി ഏജ് ഒരു വിഷയമുള്ള കാര്യമല്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളിത് ഇപ്പൊ ഇവിടെ കാണുന്നത്. കറക്റ്റ് വൈശാഖ് ഭായിയുടെ കമാൻഡ് ഒബേ ചെയ്തിട്ട് അവർ രണ്ടുപേരും കറക്റ്റ് കാമായിട്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഏത് ട്രെയിനേഴ്സിനും ചെയ്യാം. ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ആ ട്രെയിൻ ചെയ്യുന്ന മെത്തേഡ് മുഴുവൻ, ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ആ ഓണർക്കും കൂടി പറഞ്ഞു കൊടുക്കുക. എന്റെ പ്രശ്നമാണ് നമ്മുടെ ഇവിടെയൊക്കെ ആ ട്രെയിനിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലംസുകൾ വരുന്നതിന്റെ കാര്യം.
അപ്പൊ ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ അനിമൽ അഗ്രഷൻ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഡോഗ്സിന്റെ ഫുഡിൽ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താറുണ്ടോ? അവർക്ക് കൊടുക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നു? ചെയ്യുന്ന സമയത്ത് ഫുഡായിട്ട് യാതൊരുവിധ ബന്ധമില്ല, ആ കാര്യങ്ങൾ ഫുഡായിട്ട് യാതൊരുവിധ ബന്ധമില്ല. ഓക്കെ, ഫുഡ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് തന്നെ കൊടുത്തുകൊണ്ട് നമുക്ക് ട്രെയിൻ ചെയ്യാം. ഓക്കെ, ആക്ച്വലി ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് 1 മാസം മുതൽ 3 മാസം വരെയൊക്കെ ഡ്യൂറേഷൻ ഉണ്ട്. ട്രെയിനിങ് പീരീഡ് എല്ലാവരും ചെയ്യുന്ന ട്രെയിനിങ് പീരീഡ് 3 മാസം വരെയൊക്കെ ഡ്യൂറേഷൻ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ വൈശാഖ് ഭായിയുടെ കേസിലാണെങ്കിൽ 5 to 10 days ഇങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്ത് കമാൻഡൊക്കെ അടിപൊളിയായിട്ട് ഒബേ ചെയ്യുന്ന പോലെ ഡോഗ്സിനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ച് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? ശരിക്കും അങ്ങനെ പറ്റുമോ നമുക്ക് 5 days and 10 days? അത് നമ്മൾ എങ്ങനെ ഡോഗിനെ ഒബ്സർവ് ചെയ്യണം. ഇപ്പൊ പല ആൾക്കാരും നോക്കണ വ്യൂ പോയിന്റ് ആവില്ലേ, പല ആൾക്കാരും നോക്കാം. അപ്പൊ ചിലർക്ക് ഒരു കാര്യം 10 ദിവസം കണ്ടിട്ടോ മനസ്സിലാവാം, ചിലർക്ക് 1 മണിക്കൂറിൽ മനസ്സിലാവും, ചിലർക്ക് 1 മിനിറ്റിൽ മനസ്സിലാവും. അതൊക്കെ പലരുടെയും ഇതിന്റെ കാര്യം. പിന്നെ ഒരു അഡൽട്ട് ഡോഗിനെ ട്രെയിൻ ചെയ്യുമ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമില്ല. എപ്പോ ഇത് മനസ്സിൽ മനസ്സിലാവും മാത്രമല്ലോ അതിന്റെ ഒരു കാര്യം, അല്ലാണ്ട് എത്ര ടൈം ചെയ്യുന്നു. പിന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കൊടുക്കാം. അതായത് സോഷ്യലൈസേഷൻ ചെയ്യാൻ ആദ്യത്തെ 10 ദിവസത്തിൽ തന്നെ ഡോഗിനെ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കൊണ്ടുപോവാണെങ്കിൽ അത് വേറെ പോലെ ആയിരിക്കും. ഒരു 10 ദിവസം കഴിഞ്ഞു പോകുമ്പോ വേറെ പോലെ ആയിരിക്കും. അവർ രണ്ടുപേരും കൂടെ സെറ്റായി വരുന്നുണ്ട്. ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നെക്സ്റ്റ് എന്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ അനിമൽ അഗ്രഷൻ എന്ന് പറയുന്നത് അനിമൽസിനോട്, ഡോഗ്സിന് അനിമൽസിനോട് മാത്രമായിരിക്കും ഉണ്ടാവുക, ഹ്യൂമൻസിനോടും എല്ലാ അനിമൽസിനോടും ഉണ്ടാവും. അത് ഹ്യൂമൻസിനോടും അങ്ങനെ ഉണ്ടാവുമോ? അനിമൽസിന് പറയാൻ പറ്റില്ലേ, അഗ്രഷനുള്ള ഡോഗിന് ഹ്യൂമൻ അഗ്രഷൻ ഉണ്ടാവല്ലേ? ഓക്കെ, അത് ഡിപ്പെൻസ് ഓൺ ദ ബ്രീഡ് ആണോ? അത് ബ്രീഡുകൾ ഇപ്പോ നമുക്കറിയാലോ, ഗോൾഡൻ റിട്രീവറും ലാബ്രഡോറുകളൊന്നും പൊതുവെ അഗ്രസീവ് ആവാറില്ല. അങ്ങനെയൊക്കെയുള്ള ബ്രീഡുകൾ, അങ്ങനെയുള്ള ബ്രീഡുകൾക്കാണ് കുറച്ചുകൂടെ അഗ്രഷൻ കൂടുതലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സ്പൈഡർ हमारा गेस्ट है ना बेटा. അടിപൊളി, നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. ചൂട്, നമ്മുടെ ഡോഗ്സിന് നല്ല ചൂട്, അവർക്ക് ഹീറ്റ് താങ്ങാൻ പറ്റുന്നില്ല. സോ നമ്മളിതേ AC ഉള്ള റൂമിലോട്ട് അവരെ കൊണ്ടുവന്നു. ഇപ്പൊ അവർ രണ്ടുപേരും ഇതേ കാമായിട്ട്, സ്പൈഡറും ലിയോവും ഇതേ നമ്മുടെ സ്പൈഡറിന്റെ ബ്രദറും മച്ചാനെ കാമായിട്ട് ഇരിക്കുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവര് ചൂട് താങ്ങാൻ പറ്റാതെ ഓടിയത്. സോ ഓക്കെ, ഗുഡ്. 3 പേരും ഇതേ ബെഡിൽ കയറിയിരുന്നുണ്ട്. അവർക്ക് ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അവര് കംഫർട്ടാണ്, ലൈക്ക് നല്ല തണുപ്പുണ്ട്. ഓക്കെ ഫൈൻ. വൈശാഖ് ഭായ്, എനിക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അതോടെ ചോദിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം അവർക്ക് ചൂടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു അനിമൽ അഗ്രഷൻ ഉള്ള ഒരു ഡോഗ്, ആ ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നത് ഒരു ട്രെയിനർ ആയിരിക്കും, ഒരു ബിഹേവിയർ ആയിരിക്കും. സോ അവർ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട്, അവർ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾ ഒബിയസ്ലി പോവല്ലോ. സോ അതിന്റെ ഓണർ അതിനെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ അനിമൽ അഗ്രഷൻ പിന്നീട് വീണ്ടും അത് അഗ്രഷൻ കാണിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? അങ്ങനെ കാണിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ബോഡി ലാംഗ്വേജിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? അതെല്ലാം നിങ്ങൾക്ക് ട്രെയിനർ പറഞ്ഞുതരും അവർ ട്രെയിനിങ് കഴിയുമ്പോൾ പ്രിക്കോഷൻ എടുക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ടോ? ഇതിനു മുമ്പ് കേസിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും, ഈ ട്രെയിനർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടില്ലെങ്കിലും, പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മുടെ ട്രെയിനിങ്ങിലും നമ്മൾ പറയുന്നത് 5-10 ദിവസം കൊണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരത് കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ആ മെത്തേഡുകളൊക്കെ ഓക്കെ, നമ്മൾ ഈ 10 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞാലും ഈ ഓണേഴ്സ്, ഡോഗിന്റെ ഓണേഴ്സ് അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. പാരന്റ്സ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഓഫീസിലൊക്കെ നടക്കും. ചിലപ്പോൾ അവർക്ക് അതുപോലെ അത് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മളൊരു ബ്രീഡിനെ മേടിക്കുമ്പോൾ, നമ്മളൊരു ഡോഗിനെ മേടിക്കുന്നത്, പലരും പല തോട്ടിലാണ് ഡോഗ്സിനെ മേടിക്കുന്നത്. ചിലർ ബ്രേക്കപ്പ് ആയിട്ട് ഡോഗ്സിനെ മേടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, പെറ്റ്സിനെ മേടിക്കുന്നവര്. ചിലർ ചുമ്മാ വീട്ടിലൊരു പെറ്റിനെ വളർത്തണം, ഒരു ടോയ് പോലെ അങ്ങനെ മേടിക്കുന്നവരുണ്ട്. ചിലർ നല്ല
ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഡോഗ്സിനെ മേടിക്കുന്നവരുണ്ട്. സോ അങ്ങനെ ഡോഗ്സിനെ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എങ്ങനെയുള്ള ബ്രീഡിനെ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് അതിന് ചൂസ് ചെയ്യുന്നതിനാണ് അവർ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അത് നമ്മുടെ ടെമ്പറേച്ചറായിട്ട് ഒത്തുപോകുന്ന കാര്യങ്ങളാണ്. കേരളമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലം, അപ്പോൾ അവിടെ ഒത്തുപോകുന്നതാണ്. പിന്നെ അതിന്റെ ട്രെയിനിങ് പ്രോസസ്സുകൾ, അപ്പൊ അതിന്റെ ബിഹേവിയറിങ് അതൊക്കെ നമ്മൾ നല്ലപോലെ ഒബ്സർവ് ചെയ്ത് വെക്കണം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഡോഗിനെ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. Hey, Chip! Spider! Chip! Very well. Come. Nuff! Nuff! Spider! Chip! Down very well. Good. Okay, അവൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ കമാൻഡ്സ് അവൻ ഇങ്ങോട്ട് വരുമ്പോ ഇവരുടെ വീടല്ലേ. അവനെ കേറ്റുന്നില്ല, അതാണ് സംഭവം. ലിയോനെ ബെഡിലോട്ട് കേറ്റുന്നില്ല, അതാണ്. അപ്പൊ അവൻ ബെഡിൽ കയറാൻ പോകുമ്പോ ഓക്കെ, അതെ അതാണ് സംഭവം അല്ലേ. കെയർഫുൾ ആയിരിക്കണം. ഓക്കെ. ലിയോ പോയപ്പോ അവൻ കാമായിട്ട് അവിടെ ഇരുന്നു. ലിയോ അവിടുന്ന് പോയപ്പോ ലിയോ അവിടെ കിടന്നു. ഇനി ലിയോനെ ബെഡിലോട്ട് വിളിച്ചാൽ പിന്നെ ലിയോ എന്നുള്ള പേര് വിളിക്കാൻ പാടില്ല. അങ്ങനെ അല്ലേ, ലിയോ എന്ന് വിളിക്കുമ്പോ അവൻ പോകുന്നുണ്ട്. ഓക്കെ ഫൈൻ. സോ എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഓക്കെ, ഒരുപാട് ലെങ്ത് ആക്കി നമ്മൾ ബോർ അടിപ്പിക്കുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്ത് ടിപ്സ് ആണ് ആസ് എ ട്രെയിനർ അല്ലെങ്കിൽ ആസ് എ ബിഹേവിയറിസ്റ്റ് എന്ന രീതിയിൽ നമ്മുടെ വ്യൂവേഴ്സിന് വൈശാഖ് ബാഗി കൊടുക്കാനുള്ളത്? എന്ത് ടിപ്സ് ആണ്? ഒരു ഡോഗിനെ കുറെ പേര് ഡോഗ്സിനെ വാങ്ങി വീട്ടിൽ വളർത്തുന്നുണ്ട്. സോ എല്ലാവർക്കും ട്രെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. സോ അവർക്ക് കൊടുക്കാൻ, ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്സ് ബിഹേവിയർ എന്ന് അനിമൽ അഗ്രഷനെ കുറിച്ചിട്ട്. ട്രെയിനർ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്ന ഒരു ടിപ്സ്, നിങ്ങൾ ആ ഡോഗിനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കുറച്ച് സമയം കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ വല്ലാണ്ട് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര സമയം നിങ്ങൾ കൊടുക്കുന്നു അത്രയും അതിൻ്റെ ക്യാരക്ടർ നിങ്ങൾ ഒബ്സർവ് ചെയ്യും. അതിൻ്റെ ബിഹേവിയറിങ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ വരുത്തണം, സോഷ്യലൈസേഷൻ എല്ലാം നല്ല രീതിയിലാണ്. അപ്പോൾ സമയം നല്ലപോലെ നോക്കുക. പിന്നെ ഈ ക്ലൈമറ്റ് നോക്കുക. ക്ലൈമറ്റ് ഒക്കെ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അല്ലെ. നമ്മൾ ബ്രീഡിനെ മേടിക്കുമ്പോൾ ക്ലൈമറ്റ്, അതാണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ട്. ഹോപ്പ് യു ഗൈസ് ഓൾ ആർ എൻജോയ് ദ വീഡിയോ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. സോ നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമുക്ക് വീഡിയോസിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ എനർജി. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, സീ യു.